ഇനി ചാനൽ ചിരിയാണ്. തന്നെ തന്നെ നോക്കി തന്നെത്താൻ ചിരിക്കുന്നതാണ് ഏറ്റവും നല്ല ചിരിയെന്ന് ചിരിയുടെ തലതൊട്ടപ്പന്മാരാരോ പണ്ടെങ്ങോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അത്തരത്തിലൊരു ചിരിയാണ്. എല്ലാവരെയും നോക്കി ചിരിക്കുന്ന ഞങ്ങളെ തന്നെ നോക്കി ചിരിക്കുകയാണ്. പോയ വർഷം മാതൃഭൂമി ന്യൂസിന്റെ മുന്നാമ്പുറത്തും പിന്നാമ്പുറത്തും സംഭവിച്ച ഏതാനും രസക്കാഴ്ചകളാണ് ഇത്. പ്രേക്ഷകർ കണ്ടതും കാണാത്തതുമായ ആ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. പതിവ് പോലെ മാതൃഭൂമി മോർണിംഗ് ഷോയോടെ പരിപാടി ആരംഭിക്കുന്നു. അതിഥിയാകാൻ വിധിക്കപ്പെട്ടവർ ആരായാലും ഒരു നല്ല ചോദ്യം കൃത്യമായി ചോദിച്ചാൽ അവർ കൃത്യമായി മറുപടി നൽകും. ഇക്കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഓണക്കാലത്തേക്കായി മുൻകൂട്ടി എടുത്തുവെച്ച ഒരു അഭിമുഖത്തിലേക്ക് ചോദ്യം മാത്രം ലൈവായി കയറ്റിയാൽ എന്തു സംഭവിക്കും? ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത്തരത്തിലൊരബദ്ധം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അവതാരകന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവം ശ്രദ്ധിക്കുക. കാഴ്ചാന്ന സിനിമയിലൂടെ എത്തിയ ബാലതാരം സപ്തശ്രീയിലെ അന്നമ്മയിൽ എത്തി നിൽക്കുന്നു. കുട്ടിയായിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയ സനുഷയാണ്. ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? തിരുവോണ സദ്യയൊക്കെ ഞാൻ കുക്ക് ചെയ്യാറില്ല, അതുകൊണ്ട് എന്റെ അടുത്ത് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ചില സാങ്കേതിക തടസ്സങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ. പല വാർത്താ ബുള്ളറ്റിനുകളും പ്രേക്ഷകർക്ക് വാർത്താ ബുള്ളറ്റുകളാണ്. അത്തരത്തിലൊന്നാണ് ഇത്. വാർത്തകൾക്കിടയിൽ നേതാക്കൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ എങ്ങനെ തത്സമയം പ്രേക്ഷകരിൽ എത്തിക്കാം എന്നതിന്റെ ഒരു നേർക്കാഴ്ച. KPSC അധ്യക്ഷൻ VM സുധീറിന്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു. വിവിധ വാർത്തകളുടെ തത്സമയ വിവരണങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ദാസ്, ഹിജാസ് അഹമ്മദ്, കോട്ടയത്തു നിന്ന് തോംസൺ എന്നിവർ ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? വളരെ നന്ദി ശാലിനി. ഇനി സംസ്ഥാന ശുചിത്വ മിഷൻ ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഹിജാസ് അഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. തലസ്ഥാന നഗരിയിൽ വർദ്ധിച്ചു വരുന്ന പട്ടിശല്യം റിപ്പോർട്ടർമാരുടെ പ്രവർത്തനത്തെ പോലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടറെ വി ശിവൻകുട്ടി MLA നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെ കൌൺസിലർമാർ ഉപരോധിച്ചു. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾക്ക് അനുമതി നൽകിപ്പിക്കുന്നത് വൈകുന്നു. ഹിജാസിനെ വെട്ടിലാക്കിയത് പട്ടിയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്ത തോംസനെ ചതിച്ചത് മൊബൈൽ വീരന്മാരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് വൈവിധ്യം ഇനി ഒരു ദേശീയ വാർത്തയാണ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രാജേഷ് കോയിക്കൽ ചേരുന്നു. ആഘോഷം ഏതായാലും തൃശൂരിൽ ആനയും പാപ്പാനുമില്ലാതെ അത് നടക്കില്ലെന്ന് ഏത് ന്യൂസ് റീഡർക്കും നന്നായി അറിയാം. തൃശൂരിൽ ക്രിസ്മസ് പിറ്റേന്ന് 18,000-ലധികം ക്രിസ്മസ് പാപ്പാന്മാർ നടത്തിയ സംഗമത്തിന്റെ വാർത്തയിലേക്ക്. പൂരങ്ങളുടെ നാട്ടിൽ ക്രിസ്മസ് പാപ്പാമാരുടെ സംഗമം. ഗിന്നസ് റെക്കോർഡ് നേടിയ തൃശൂരിലെ സംഗമത്തിൽ 11,100 പാപ്പാന്മാരാണ് പങ്കെടുത്തത്. ഇനി ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ ഒരു ന്യൂസ് റീഡർ സംഘടിപ്പിച്ച ഘർ വാപ്പസി. ക്രിസ്മസ് ദിനത്തിൽ കേക്ക് മുറിച്ച് പുതിയ മമ്മൂട്ടി ചിത്രം ഭാസ്കർ ദ റാസ്കലിന്റെ ചിത്രീകരണത്തിന് തുടക്കമായി. തൃപ്പൂണിത്തുറ ചെറുപുഷ്പം സ്റ്റുഡിയോ സെറ്റിലാണ് ക്രിസ്തുമസ് ആഘോഷം നടന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലെ ഓണം എന്ന പരിപാടി കാണാം. വെള്ളിത്തിരയിലെ ക്രിസ്മസ് എന്ന പരിപാടി കാണാം. ഇനി ഇടവേളയാണ്. ഇടവേളയിലേക്ക് പോകും മുമ്പ് ഒരു പരസ്യ ചിത്രം കൂടി കാണുക. ഒരു ചാനൽ പരിപാടിയുടെ പ്രൊമോയാണ് ഈ പരസ്യ ചിത്രത്തിന് ആധാരം. നീതി നിഷേധിക്കുന്നതാര്, അനീതി അനുഭവിക്കുന്നതാര്. ഇനി സ്പോർട്സ് ടൈം. ആദ്യം ഫുട്ബോൾ.
സ്പോർട്സ് ടൈമുമായി ശിവപ്രിയ. എന്തൊക്കെയാണ് കായിക ലോകത്ത് സംഭവിക്കുന്നത്? ഹാഷ്മി, ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കരുത്തരായ അത്ലറ്റിക്കോ കൊൽക്കത്ത ആ ക്ലബിന്റെ പേര് മനസ്സിലായില്ല. കൊൽക്കത്ത പൂനെ FC-യെ നേരിടും. ശരി, ആയിക്കോട്ടെ. ഇനി IPL ക്രിക്കറ്റ് വാർത്തയിലേക്ക്. വാർത്ത വായിക്കുന്നതിനിടയിൽ ഒടുവിലത്തെ വിവരം കിട്ടിയില്ലെങ്കിൽ അത് ഒരു ന്യൂസ് റീഡർ എങ്ങനെ മാനേജ് ചെയ്യും? പുതിയ തലമുറ കണ്ടു പഠിക്കുക. ചാമ്പ്യൻസ് ലീഗ് 2020 ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 6ാം സീസൺ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ IPL ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുകയാണ്. ഒടുവിൽ വിവരം കിട്ടിയിട്ടില്ല. ഇനി ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ പട്ടിക നോക്കാം. നമുക്കിനി മെഡൽ പട്ടിക പരിശോധിച്ചാൽ 126 സ്വർണ്ണമടക്കം 268 മെഡലുകളുമായി ചൈന മെഡൽ പട്ടികയിൽ ബഹുദൂരം മുന്നിലാണ്. 6 സ്വർണവും 8 വെങ്കലിയും. ആ മെഡൽ ഏതാണെന്ന് മനസ്സിലായില്ല. 6 സ്വർണവും 8 വെങ്കലിയും. ഈ വെങ്കിളി എന്ന് പറഞ്ഞാൽ എത്രാം സ്ഥാനക്കാർക്ക് നൽകുന്ന മെഡലാണ്? 10ാം സ്ഥാനക്കാർക്ക്. ഓ, 10ാം സ്ഥാനക്കാർക്ക് അല്ലെ? ശരി. പ്രോഗ്രാമുകളിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ ബസ്. സമർത്ഥനായ ഒരു ആങ്കർക്ക് ഒരു അബദ്ധം പറ്റിയാൽ അത് എയറിലിരുന്നു തന്നെ മായ്ച്ചു കളയാനാവും. അതിനുള്ള മനസാന്നിധ്യം ഉണ്ടാകണം എന്ന് മാത്രം. ഇതൊന്ന് കണ്ടു നോക്കൂ. വില്ലിമൂങ്ങയുടെ വെള്ളിത്തിര വിശേഷങ്ങളുമായി സംവിധായകൻ ജിബു ജേക്കബ്, ഒപ്പം അജു വർഗീസ് കൊച്ചിയിൽ നിന്നും ഈ ബസിനൊപ്പം ചേർന്നു. ഇരുവർക്കും ഈ ബസ്സിലേക്ക് സ്വാഗതം. ജിബു, ടെൻഷനൊക്കെ മാറിയോ? ആദ്യ ചിത്രമാണ്, ഗൾഫിൽ നിന്നിങ്ങെത്തി ഒരു സിനിമ സംവിധാനം ചെയ്തതാണ്. പ്രേക്ഷകർ ചിരിക്കുന്നുണ്ടോ എന്നറിഞ്ഞതിൽ സന്തോഷമായോ? ഗൾഫിൽ നിന്നെത്തിയോ? എനിക്ക് മനസ്സിലായില്ല. ഗൾഫിൽ നിന്ന് റേഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗൾഫിലും കുറച്ച് പരിചയമൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ ക്യാമറമാനായിരുന്നു. അതെല്ലാം മാച്ച് കളഞ്ഞിരിക്കുന്നു. ജിബു ജേക്കബിന് അല്ലാതെ സംസാരിക്കാം. ശരി, ഓക്കെ. ഇനി കൃഷിഭൂമിയാണ്. കൃഷിഭൂമി കണ്ടുപിടിച്ച ഒരു പ്രത്യേക ഇനം കുരുമുളകിനെ കുറിച്ചാണ് ഈ വാർത്ത. കുരുമുളകിന്റെ പുതിയ ഇനമാണ് പെപ്പർ തെക്കൻ എന്ന തോമസ് ചേട്ടന്റെ സ്വന്തം തെക്കൻ കുരുമുളക്. വിളവിന്റെ അത്ഭുത മികവാണ് പെപ്പർ കുരുമുളകിനെ വ്യത്യസ്തമാക്കുന്നത്. ആ കുരുമുളകിന്റെ പേര് ഒന്നുകൂടി പറയാമോ? പെപ്പർ കുരുമുളകിനെ വ്യത്യസ്തമാക്കുന്നത്. അയ്യോ, മനസ്സിലായില്ല. പെപ്പർ കുരുമുളക്. ഇനി ഞങ്ങൾക്കും പറയാനുണ്ട്. പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിൽ പ്രേക്ഷകരിൽ ആരെങ്കിലും ശമ്പളം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ആങ്കറിന് സത്യം പറയാൻ കഴിയുമോ? ചില ആങ്കർമാർക്ക് കഴിയും. ഈ ആങ്കർ ചെയ്യുന്ന ഇയാള് ഈ ചാനലിൽ വർക്കിന് കയറിയപ്പോൾ എത്ര രൂപയായിരുന്നു സാലറി? ഇന്ന് എത്ര രൂപ സാലറി കിട്ടുന്നു? ഇന്ന് അന്ന് അയാൾ സാധനം മേടിച്ചപ്പോൾ കിട്ടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കോസ്റ്റ്ലി. ഇന്ന് ശമ്പളം കൂടിയല്ലോ അല്ലേ? ശമ്പളത്തിനനുസരിച്ച് അവസാനമായി ഡയൽ 100. ഡയൽ 100 കണ്ട് പേടിക്കുന്നവരെയും ടെലിവിഷൻ ഓഫ് ചെയ്യുന്നവരെയും കണ്ടിക്കി. എന്നാൽ ഡയൽ 100 കണ്ട് പൊട്ടിച്ചിരിക്കുന്നവരെ കണ്ടിക്ക. പാമ്പിൻ വിഷമേറ്റ് മദ്യലഹരിയിലാകുന്നവരെ കണ്ടിക്ക. കണ്ടില്ലെങ്കിൽ വാ, ഇങ്ങോട്ടേക്ക് വാ. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. ഡയൽ 100മായി ടെസ് ചേർന്നു. ടെസ്, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ? പ്രധാന തലക്കെട്ട്. അപർണ, പാമ്പിനെ ഉപയോഗിച്ച് മദ്യലഹരിയിൽ ആയുന്ന ക്ഷമിക്കണം. ഡയൽ 100ൽ ഒരുപാട് പ്രധാന വാർത്തകളുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഡയൽ 100ൽ ഇനി വാർത്താ വായനക്കിടയിൽ ന്യൂസ് ഡെസ്കിൽ ലൈവായി ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ ഫസ്റ്റ് വിഷ്വൽസ് ആണ്. മാതൃഭൂമി ഇമ്പാക്ട്. ഈ വർഷം 5.5% വളർച്ച ലക്ഷ്യമിടുന്ന സർക്കാർ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നു. ഡയൽ 100 പൂർണ്ണമാവുകയാണ്. ഇനി ഗൾഫ് ടൈമുമായി ശ്രീകല ഒപ്പം ചേരുകയാണ്. ശ്രീകല, എന്തൊക്കെയാണ് ഗൾഫിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാന വാർത്തകൾ?